വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തകർക്ക് ദുഷ്കരം. മണ്ണുമല അപകട ഭീഷണി ഉയർത്തുന്നു. മരിച്ചവരുടെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിക്കും. ആശ്രിതർക്ക് 5 ലക്ഷം സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. കല്ലാടിയിൽ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതരമായ പാളിച്ച സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇത് രണ്ടാണ്. അന്വേഷണമാണ്. 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ദുരന്തത്തിൽ ഇരട്ട അന്വേഷണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി നൽകിയതിൽ വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കും. തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. വിഴിഞ്ഞം പോർട്ട് ഓഹരി കൈമാറ്റം ആദ്യം അറിഞ്ഞത് പിണറായി സർക്കാരെന്ന് മുഖ്യമന്ത്രി. ജൂൺ 5-ന് ലേഖനം പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിക്ക് എവിടെ നിന്ന് വിവരം കിട്ടിയെന്ന് ചോദ്യം. ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? കേരള താൽപര്യം ബലികഴിച്ച് ഒരു തീരുമാനവും എടുക്കില്ലെന്ന് മുഖ്യമന്ത്രി. PSCയിലെ ക്രമക്കേടുകൾ IG അജിത ബീഗം അന്വേഷിക്കും. കശുവണ്ടി അഴിമതി കേസിലെ പ്രതികളെ സഹായിക്കാൻ സർക്കാർ ശ്രമിച്ചെന്ന് ഹൈക്കോടതി. മുൻ സർക്കാരിനേക്കാൾ മോശം നിലപാടെന്ന് വിമർശനം. പ്രതി ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നുവെന്നും കോടതി. വിവാദ ഉത്തരവിറക്കിയ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പ്രതികാരവുമായി ഇറാൻ. ബഹ്റൈന് നേരെയും കുവൈറ്റിന് നേരെയും മിസൈൽ വർഷം. US-ന്റെ 5-ാം കപ്പൽപ്പടയെയും വിവിധ വ്യോമത്താവളങ്ങളെയും ലക്ഷ്യം വെച്ച ആക്രമണം. 85 കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് IRGC. ഇനി കീഴടങ്ങില്ലെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ. വീണ വിജയന്റെ പിണറായിയിലെ ഭൂമി പരിശോധിച്ച് ED. 80 സെന്റ് ഭൂമി പരിശോധിച്ചത് വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെ. പിണറായിയുടെ വീടിന് സമീപത്തുള്ള ഭൂമിയും പരിശോധിച്ചു. നികുതി രേഖകൾ ED ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ശക്തമായ മഴ. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴയിൽ വിറങ്ങലിച്ച് മുംബൈ. 4 ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത് 1 മാസം പെയ്യേണ്ട മഴ. ഓണം ബമ്പറിന്റെ സമ്മാന ഘടനയിൽ മാറ്റം. 30 കോടി ഇനി 1-ാം സമ്മാനം. 2-ാം സമ്മാനമായിരുന്ന 1 കോടി തുടരും. 50 ലക്ഷമായിരുന്ന 3-ാം സമ്മാനം 25 ലക്ഷമാക്കി. ടിക്കറ്റ് വില 500 തുടരും. ആവേശപ്പോരിൽ ഈജിപ്തിനെ കീഴടക്കി അർജന്റീന. ലോകകപ്പ് ക്വാർട്ടറിൽ മെസ്സിപ്പടയുടെ ജയം. 2-നെതിരെ 3 ഗോളുകൾക്ക്. ഷൂട്ടൌട്ടിൽ കൊളംബിയയെ തകർത്ത് സ്വിറ്റ്സർലൻഡും ക്വാർട്ടറിൽ.